അതേസമയം നിലവിൽ ഭീതിയുടെ സാഹചര്യം ഇല്ല എന്നാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പറഞ്ഞത്. അദ്ദേഹം അവിടേക്ക് എത്തിയിരുന്നു, പ്രദേശത്തേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ ഭൂചലനമല്ല എന്ന നിരീക്ഷണത്തിലാണ് എത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അത് വളരെ ഗൌരവത്തിൽ തന്നെ പഠനം നടത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ആ ആവശ്യം ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ചില ആശങ്കകളുണ്ട്. അതുകൊണ്ട് ഈ പഠനം പൂർത്തിയാക്കുന്നത് വരെ മാറേണ്ട ആളുകൾ, അങ്ങനെ ആശങ്കയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. അവരിപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ അവർ വ്യക്തമായ റിപ്പോർട്ട് ഇറക്കട്ടെ. അവരൊരു പഠന റിപ്പോർട്ട്, ഞാൻ പറഞ്ഞില്ല, ഭൂകമ്പ മാഫിനിയിൽ ഈ സമയം വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഇവരൊക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ അവർ കൃത്യമായി അത് പഠിച്ച് അവർ പറയട്ടെ. എന്തായാലും നമ്മുടെ മുന്നിൽ ആശങ്കയുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥന്മാരിവിടെയുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് എന്താ ചെയ്യും. ഇവിടെ മാത്രം പോരാ, ഈ അമ്പൂത്തി മാത്രമല്ല, മാറ്റി പാർപ്പിക്കാനുണ്ട്. അമ്പൂത്തും, വെള്ളച്ചാട്ടം, പാടിപ്പറമ്പ്, കൊഴുതണ, കുറിച്ചേർമല, അതോടൊപ്പം പിന്നെ വെങ്ങപ്പള്ളി, മേപ്പാടി പല ഭാഗങ്ങൾ, കോഴിക്കോട് അടക്കം എല്ലാ മേഖലകളിലും ഒരുപക്ഷെ ഇത് തൃശ്ശൂർ അങ്ങോട്ട് എത്താൻ സാധ്യതയുണ്ടെന്നാണ് കേൾക്കുന്നത്. അതെ, എം എൽ എ പറഞ്ഞതുപോലെ വയനാട്ടിൽ മാത്രമല്ല കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലും ഭൂമിക്കടിയിൽ നിന്നും ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നു. കൂടരഞ്ഞി, കാരശ്ശേരി പഞ്ചായത്തുകളിലും മുക്കം നഗരസഭയിലെ മണാശ്ശേരിയിലെ വിവിധ സ്ഥലങ്ങളിലുമാണ് ശബ്ദം കേട്ടത്.